വെച്ചാൽ നമ്മളെന്താക്കണം, കുട്ടികൾക്ക് ആ ഒരു ക്ഷമ നമ്മളങ്ങനെ ജീവിച്ച വളർന്ന മങ്ങി. ഇപ്പോഴത്തെ കുട്ടികൾ നേരെ പറഞ്ഞു അതുങ്ങളായിട്ട് നമ്മളൊക്കെ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോരുന്നത്. അത് ഇട്ടെറിഞ്ഞ് പോരാനല്ലോ, കുടുംബം ചേർക്കണതിന് ഇട്ടെറിഞ്ഞ് പോരാനും നാളെ തന്നെ കഥ ചെയ്യാനും ബന്ധം വേർപ്പിരുത്താനല്ലോ. ഇപ്പൊ തന്നെ ഫാഷനായി മാറുന്നുണ്ട്. തൊലാഖ് എന്നുള്ളത് ഫാഷനായി മാറിയിട്ടുണ്ട്. ഇപ്പൊ നാളെ തന്നെ കെട്ടിക്കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ബന്ധം വേർപിരിയ എന്നുള്ളത് ഒരു ഫാഷനായി മാറി. ഇപ്പൊ അതൊരു സംഭവം ഇല്ലാതായി മാറി. തൊലാഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി വെച്ചിൽ റബ്ബ് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സംഭവം എന്താണ്? തൊലാഖാണ്. അർശ് പോലും കുലുങ്ങി പോകുന്ന ഒരാൾക്ക് തൊലാഖില്ലായിരുന്നു. അത്രയും സംഭവമാണ്. അതെന്നൊരു ഫാഷനായി കൊണ്ടെടുക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ അത് മാറില്ല. അതെന്താണ്? ഇങ്ങനത്തെ ഒരു ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് ക്ഷമിക്കാനുള്ള പാഠപാലങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളൊന്ന് കൊടുക്കണം. ഇങ്ങനെയൊക്കെ വരും, ആ വരുമ്പോൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ സംഭവം എല്ലാവരും കൊണ്ട് നമുക്കുണ്ട്. പക്ഷെ എന്നാൽ എന്താകണം, ക്ഷമ നമ്മൾ നിർബന്ധമാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞിപ്പോ തന്നെ മനസ്സിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ കുട്ടികൾ എന്താക്കും, നമ്മളെ വീട്ടിൽ ഇപ്പൊ ആ ക്ഷമ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ വീട്ടുകാർ അന്നേരം പറയാണ് നിങ്ങൾ ക്ഷമിച്ചാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം പറയത് കല്യാണം കഴിയണ മുന്നേ കുട്ടികളെ അത് ശീലിപ്പിച്ചിട്ടില്ല. കല്യാണത്തിന് ശേഷമാണ് എന്താകുന്നത്, പിന്നെ ഭർത്താവിന്റെ ദുസ്വഭാവം അല്ലെങ്കിൽ അവിടുത്തെ ഭർത്തമാതാവിന്റെ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ് എന്ന് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ വെച്ചാല് വിഷയം വന്നിട്ട് കുട്ടി എന്താക്കും, നമ്മൾ അന്നേരം വന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാണ് ക്ഷമിക്കുമ്പോൾ ഇതൊക്കെയാണെന്ന് കഴിഞ്ഞാൽ അമ്മാനോട് പാപ്പാനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് പിന്നെ ഒരു തുണ്ടം കയറിൽ എന്താകും, അവരെ ജീവിതം അവസാനിപ്പിക്കും. അങ്ങനെ കുറെ കുട്ടികളെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ കാരണം? ചെറുപ്പത്തിലെ ക്ഷമയുടെയും സഹനത്തിന്റെയും ബോധവൽക്കരണം ആ വീട്ടിൽ നടന്നിട്ടില്ല എന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് നടന്നിട്ടുണ്ടെങ്കിലോ ആ കുട്ടിക്ക് ജീവനിൽ പോയിട്ടുണ്ട്, അതൊക്കെ ക്ഷമിക്കേണ്ടതാണ്, എന്റെ ജീവിതത്തിൽ വരേണ്ടതാണൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉഷാറാകും എന്നുള്ള ആ കുട്ടിക്ക് ബോധം ഉണ്ടാവും. ഇത് ബോധമില്ലാത്ത എന്താണ്? അങ്ങനെ ബോധമില്ലാതെ കുട്ടികൾ അന്നേരം പിടിച്ചിട്ടും ബാപ്പിയും ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ആ ബോധമില്ല, ആ കുട്ടിക്ക് അത് സ്വീകരിക്കാൻ സാധ്യതയില്ല. അപ്പൊ ആ കുട്ടി ഒരു തുണ്ട് കയറിൽ നിന്നാണ് പിന്നെ ജീവൻ കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കാലത്തുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളോട് അന്നേരം ഉപദേശിക്കുന്നത്. അപ്പൊ ആദ്യം ചെറുപ്പം മുതലേ എന്താക്കണം, കുട്ടിക്ക് ഇങ്ങനെ മെയിൻറ്റിൽ ഇങ്ങനെ കൊണ്ടേ കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെ സംഭവം ഒക്കെ പറയും. അപ്പൊ എന്താ ചോദിച്ചാല് ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ